ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ തമസ്കരിക്കുന്ന ചില ഇടങ്ങളിൽ ചില സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ സമുദായം ചെയ്ത ശുശ്രൂഷകൾക്ക് എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുശേഷിപ്പിന്റെ പ്രയോഗമാണ് പള്ളിക്കൂടം. ചാവറയച്ചന്റെ കൽപ്പനയാണ്, പള്ളികൾക്കൊത്ത് പള്ളിക്കൂടമില്ലെങ്കിൽ ആ കത്തനാൽ പള്ളിക്കൂട്ടത്തിൽ നിർത്തണമെന്ന് ചങ്കൂറ്റമായിട്ട് പറഞ്ഞ ഒരു ചാവറ പിതാവ് നമുക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് കാണിച്ച വലിയ ദൂരക്കാഴ്ചയാണ് നമ്മുടെ എല്ലാ പള്ളികളുടെ മുറ്റത്തും ഒരു പള്ളിക്കൂടം ഉണ്ടാകാനായിട്ട് കാരണമായത്. കേരളം സാക്ഷര കേരളമായിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിലെ സാക്ഷരത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കാസ്റ്റ് സിസ്റ്റത്തിനെ നമ്മള് സമ്മർദ്ദം കൊണ്ട് കീഴടക്കിയിട്ടുണ്ട്, സമ്മർദ്ദം കൊണ്ട് പലയിടത്തും കീഴടക്കിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ നാട്ടിലെല്ലാവരും തമ്മിലുള്ള സമത്വം ഇല്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ നാട്ടിലുണ്ട്. പിന്നോക്ക ജാതിക്കാർക്ക് പുറത്തു വരാനോ തല കാണിക്കാനോ അവകാശമില്ലാത്ത ഭരണഘടനയിലെ അവകാശമുണ്ടെങ്കിലും അതിനനുവദിക്കാത്ത സാഹചര്യങ്ങളുള്ളിടത്ത് ഒരു സംഗതിയുണ്ട്. ഞാൻ പറയും, മിഷൻ പ്രവർത്തനങ്ങളെ പലപ്പോഴും എതിർക്കുന്നത് അവിടെ നടക്കുന്ന മാനസാന്തരങ്ങളുടെ കണക്ക് മേടിച്ചിട്ടല്ല, അവിടെ വരുന്ന സാംസ്കാരികമായ മാറ്റത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ഈ രംഗത്ത് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് പറയാറുണ്ട്, ആരും ഒരിക്കലും പരിഗണിക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അഭയം കൊടുത്ത ഒരു സഭയാണ് നമ്മുടേത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് സാധ്യതയുണ്ടെന്ന് പറയാൻ സീറോ മലബാർ സഭയ്ക്കാണ് ചങ്കൂറ്റം ഉണ്ടായത്. ഇന്ന് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവര് മറ്റുള്ള കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന ഒരു സംവിധാനം, അവർക്ക് ഹോസ്റ്റൽ സംവിധാനം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ, വികസന പ്രവർത്തനങ്ങളിലെ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ മുൻകരുതലുകൾ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കാർഷിക വൃത്തിക്ക് സ്ഥലമില്ലാണ്ടപ്പോ നമ്മുടെ ജനം നടത്തിയ കുടിയേറ്റമുണ്ട്. അതാണ് മലബാർ കുടിയേറ്റം, അതാണ് ഇടുക്കിയിലെ കുടിയേറ്റം.